വികസനത്തിന് വേണ്ടി വാദോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണാധികാരികൾ തന്നെയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. പ്രകൃതിയെ നശിപ്പിച്ചും വലിയ കമ്മീഷനുകൾ അടിച്ചെടുക്കുന്നതിന് വേണ്ടി വികസന പ്രക്രിയ പ്രഖ്യാപിക്കുന്നവർ, ജനങ്ങൾക്ക് പ്രയോജനകരമാകുന്ന നഞ്ചൻകുണ്ട്, നിലമ്പൂർ പോലെയുള്ള കേരളത്തിന് മൊത്തത്തിൽ തന്നെ ഏറെ പ്രയോജനകരമാകുന്ന, സൗത്ത് ഇന്ത്യക്ക് തന്നെ ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു പദ്ധതി നടപ്പാക്കാതിരിക്കുവാൻ വേണ്ടിയുള്ള നീക്കങ്ങളാണ് നടക്കുന്നത് എന്ന് ദൗർഭാഗ്യകരമാണ്. നിലമ്പൂർ നഞ്ചൻകുണ്ട് പാതയുടെ ഒരു പ്രാധാന്യം തിരിച്ചറിയാൻ ഒരു ചെറിയ കാര്യം മാത്രം അതിനെക്കുറിച്ച് ധാരണയുള്ള എന്റെ നല്ലവരായ നാട്ടുകാർക്കും ഈ സമൂഹത്തിന് മുമ്പിൽ സമർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിൽ നിന്ന് ഒരു തീവണ്ടി ബാംഗ്ലൂരിലേക്ക് പോകണമെങ്കിൽ ബാംഗ്ലൂരിലേക്ക് ഒരു തീവണ്ടിയാണ്, ഹൈദരാബാദിലേക്ക് വേറൊരു തീവണ്ടിയാണ്, ഡൽഹിയിലേക്ക് വേറൊരു തീവണ്ടിയാണ്, വിജയവാഡ വഴിയാണ് പോകുന്നതെങ്കിൽ കാട്ട്പാടിയിൽ നിന്ന് തിരിഞ്ഞാണ് പോവുക. പക്ഷേ 238 കിലോമീറ്റർ നിലമ്പൂരിൽ നിന്ന് നഞ്ചൻകുണ്ടിലേക്ക്, മൈസൂരിൽ നിന്ന് നഞ്ചൻകുണ്ടിലേക്ക് ഒരു പാതയുണ്ട്. അതിനിടയിൽ നിലമ്പൂരിൽ നിന്ന് നഞ്ചൻകുണ്ടിലേക്ക് ഒരു പാതയുണ്ടാക്കി കഴിഞ്ഞാൽ കൊച്ചിയിൽ നിന്ന് ബാംഗ്ലൂർ നഗരം ടച്ച് ചെയ്യുന്ന അതേ തീവണ്ടി ഹൈദരാബാദ് നഗരം ടച്ച് ചെയ്യുന്ന, അവിടെ നിന്ന് ഡൽഹി ടച്ച് ചെയ്യുന്ന, അഥവാ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 4 നഗരങ്ങളിലേക്ക് ഒറ്റ തീവണ്ടിയിലൂടെ യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു പാതയാണ് നഞ്ചൻകുണ്ട് നിലമ്പൂർ പാത പൂർത്തീകരിക്കുന്നവരുടെ നടക്കുക. ഇതുണ്ടാക്കുന്ന മാറ്റം വളരെ വളരെ വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതിന് വേണ്ടത് 238 കിലോമീറ്ററിൽ ഒരു പാത പണിയുക എന്നതാണ്. അതിന് വേണ്ടത് 1600 കോടി രൂപയാണത്രേ. നമുക്കറിയാം, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ നഗരങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള, പ്രത്യേകിച്ച് മെട്രോ നഗരങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഗതാഗതം സുഗമമാക്കുവാൻ വേണ്ടി റോഡ് മാർഗത്തിലൂടെ ഒരു ഗോൾഡൻ കോറിഡോർ എന്ന് പറയുന്നൊരു പദ്ധതിയുണ്ട്. ഡൽഹി, ബോംബെ, ബാംഗ്ലൂർ, ഹൈദരാബാദ്, ചെന്നൈ, അതുപോലെ തന്നെ അവിടെ നിന്ന് കന്യാകുമാരിയിലേക്ക് ഒരു റോഡ് പദ്ധതി ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി സേലത്ത് നിന്ന് കൊച്ചിയിലേക്ക്, കാരണം കൊച്ചി ഈ ഗോൾഡൻ കോറിഡോറിൽ പെടാത്തത് കൊണ്ട് കൊച്ചിയിലേക്ക് ഒരു എക്സ്റ്റൻഷൻ എടുക്കുന്ന പദ്ധതിയാണ്. ഈ പദ്ധതിക്ക് വേണ്ടി 20,000 കോടി രൂപയിലധികമാണ് നമ്മുടെ സർക്കാർ ചെലവഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. റോഡ് ഗതാഗതവും റെയിൽ ഗതാഗതവും തമ്മിലുള്ള വ്യത്യാസം, നിർമ്മാണ പ്രവർത്തനത്തിന് റോഡ് ഗതാഗതത്തിന് ചെലവുണ്ട് എന്നതുപോലെ തന്നെ മെയിൻ്റനൻസ്, അത് നിലനിർത്തുന്നതിന് ഓരോ 5 വർഷം കൂടുമ്പോഴും ചെലവ് ഇരട്ടിയോളം അല്ലെങ്കിൽ അതിന്റെ പകുതിയോളം, നിർമ്മാണ പ്രക്രിയയുടെ പകുതി ചെലവ് വരുമെന്നതാണ്. ഇന്ത്യയിൽ തന്നെ ഗതാഗത വികസനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പഠനങ്ങളും സൂചിപ്പിക്കുന്നത് റോഡ് ഗതാഗതം ഏറെ ചെലവേറിയതാണെന്നും അതിന്റെ മെയിൻ്റനൻസ്, അതിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പ്രക്രിയയ്ക്ക് വേണ്ടിയുള്ള ചെലവ് അധികമാണെന്നതാണ്. എന്നാൽ ഒരു റെയിൽ ഗതാഗതം ഉണ്ടാകുമ്പോൾ അതിന്റെ നിർമ്മാണ ചെലവ് കഴിഞ്ഞാൽ പിന്നീട് അത് മെയിൻ്റനൻസ് ചെലവ് എന്ന് പറയുന്നത് വളരെ തുച്ഛമാണ്. അതിലൂടെയുള്ള ഗതാഗതത്തിന് വേണ്ടി വരുന്ന ഫ്യൂവൽ, ഇന്ധന ചെലവടക്കമുള്ള ഊർജ്ജ ചെലവ് റോഡ് ഗതാഗതത്തെക്കാൾ വളരെ വളരെ കുറവാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ ഇന്ധനത്തിന്റെ ഊർജ്ജക്കുറവ്, ജനങ്ങളുടെ യാത്രാ സൗകര്യം, ഗതാഗത വികസനം, കേരളത്തെ ഒരേ സമയം ഹൈദരാബാദ്, ബാംഗ്ലൂർ, ഡൽഹിയിലെ ബന്ധിപ്പിക്കുന്ന ഒരു പദ്ധതി വരാൻ വേണ്ടി ഇവിടുത്തെ ഭരണാധികാരികൾക്ക് താല്പര്യമില്ല. ഇവിടുത്തെ കേരളത്തിലെ മന്ത്രിസഭ തീരുമാനിച്ചുകൊണ്ട് കേരളത്തിലെ 20 എംപിമാർ പുതിയ ബഡ്ജറ്റ്, റെയിൽവേ ബഡ്ജറ്റിന് മുന്നോടിയായി ഒരു വലിയ പാക്കേജ് സമർപ്പിച്ചിട്ടുണ്ട്. ആ പാക്കേജിൽ ദൗർഭാഗ്യവശാൽ 20 എംപിമാരുണ്ടായിരുന്നിട്ട് പോലും ആ കേരളത്തിൽ നൽകിയ പാക്കേജിൽ